മലയാളികളെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി കടന്നു വരുന്നു. അതും ഉർവശിയുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു വാർത്തയായപ്പോൾ എല്ലാവർക്കും അത് വേദന ഇരട്ടിക്കുകയാണ്. നടി ഉർവശിയുടെയും കൽപ്പനയുടെയൊക്കെ സഹോദരനാണ് അന്തരിച്ചു എന്ന വാർത്ത കേൾക്കുന്നത്. കൽപ്പനയുടെ മരണം സംഭവിച്ച സമയം ഉർവശി മാനസിക നില തെറ്റിയതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിച്ചതും അതെല്ലാവർക്കും ഓർമ്മയും കാണും. ഉർവശി അങ്ങനെയാണ്. ഒരിക്കലും ആ സങ്കടം ഉള്ളിലൊതുക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ അണപൊട്ടി ഒഴുകും. അത് മറ്റു രീതിയിലായിരിക്കും. കാണുന്നവർക്ക് മാനസിക നില തെറ്റിയെന്നും വിഭ്രാന്തിയെന്നും തോന്നാം. എന്നാൽ ഇപ്പോൾ ഉർവശി അതിനേക്കാളും തകർന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്. പ്രേക്ഷകർക്കും അത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. താങ്ങാൻ പറ്റൂല ചേച്ചി ഞങ്ങൾക്കിത്. അവസാന നാളുകളിൽ ചേട്ടനെ കൂട്ടിരുന്നതെല്ലാം ഉർവശിയായിരുന്നു. മരണമറിഞ്ഞ് വിങ്ങിപ്പൊട്ടിയ കാഴ്ച തന്നെയാണ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഉർവശി പറയുമ്പോൾ അതെല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് കൽപ്പനയുടെ മരണം ഒട്ടും താങ്ങാനാവാത്ത വ്യക്തിയായിരുന്നു ഉർവശി. ശരിക്കും പറഞ്ഞാൽ ആ ചെറിയ പ്രായത്തിൽ കൽപ്പനയുടെ മകൾക്ക് പോലും അത് വളരെയധികം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ശക്തി ദൈവം കൊടുത്തപ്പോൾ ഉർവശിക്ക് അത് ദൈവം നൽകിയില്ല. ഉർവശി കൽപ്പനയുമായി അത്രയേറെ അടുപ്പത്തിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കൽപ്പനയുടെ ഏതൊരു അഭിമുഖം എടുത്ത് നോക്കിയാലും ഇവർ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ഒക്കെ മനസ്സിലാകും. അതിലൂടെ തന്നെ എല്ലാവർക്കും ഉർവശിയെക്കുറിച്ചും മനസ്സിലാകും. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി തന്നെയാണ് ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് ലഭിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെ മാറുന്നുവെന്ന് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അത് സങ്കടമാണ് പകരുന്നത്. ഉർവശിയുടെ സഹോദരനാണ്, പ്രിയപ്പെട്ട സഹോദരൻ. എപ്പോഴും ഉർവശി സഹോദരനെ കാണാൻ പോകുമായിരുന്നു. എപ്പോഴൊക്കെ പറ്റുമ്പോഴും സഹോദരൻ്റെ അരികിലേക്ക് തന്നെ പോകുമായിരുന്നു. കൂടപ്പിറപ്പുകളെ അത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഉർവശി. അതെപ്പോഴും എല്ലാവരും പറയാറുണ്ട്. കൽപ്പനയോടും സഹോദരിയോടുമൊക്കെ വളരെയധികം സ്നേഹം പുലർത്തിയിരുന്നൊരു വ്യക്തിയാണ്. ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവരും ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയൊരു വ്യക്തിയാണ് ഉർവശി. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കൊഞ്ചൽ എല്ലാവരുടെ അടുത്തുമുണ്ട്. കൽപ്പനയുടെ അടുത്തും അതുണ്ടായിരുന്നു. എപ്പോഴും അത് പുറത്ത് കാണിക്കാറുമുണ്ട്. പൊതുവെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലാകുന്നതെല്ലാം ഉർവശിയുടെ ഇത്തരത്തിലെ കൊഞ്ചലുകൾ തന്നെയാണ്. താൻ തൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പൊടിമോൾ എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും കൊഞ്ചിച്ചു വളർത്തിയത് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നുകൂടി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് കിട്ടുന്നതെന്നും പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ ഉർവശിയോട് തോന്നുന്നത്. ഇപ്പോൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും അത് ഉർവശിക്കൊന്നും ആകില്ല. ഉർവശിക്ക് അത് ആശ്വസിപ്പിക്കുന്നത് പോലെയും തോന്നില്ല. ഈ ഒരു സമയത്ത് നമ്മൾ ഉർവശിയെ വെറുതെ വിടണം. ഉർവശി കരഞ്ഞു തീർക്കട്ടെ. ആ ഒരു പ്രായമല്ല. ശരിക്കും പറഞ്ഞാൽ കൽപ്പനയെ നഷ്ടപ്പെട്ട സമയത്തെ ഉർവശി അല്ല ഇപ്പോഴുള്ളത്. എന്നിരുന്നാലും ഇത് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഉർവശിക്ക് ഇത് താങ്ങാനുള്ള കഴിവ് കൊടുക്കട്ടെ ദൈവം എന്ന് മാത്രമാണ് ഇപ്പോൾ ആരാധകർക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.